റോഡിലൊരു ലക്ഷറി വണ്ടി കണ്ട കള്ളൻ ആ വണ്ടിയുടെ അകത്ത് മോഷ്ടിക്കാൻ വേണ്ടി കള്ളനകത്തേക്ക് കയറുകയും ചെയ്യും. പക്ഷെ ആ വണ്ടിയുടെ ഡോറാണെങ്കിലോ ലോക്കായും പോകും. ആ വണ്ടിയുടെ ഗ്ലാസും ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? കള്ളൻ വണ്ടിയുടെ അകത്ത് പെട്ടുപോയിട്ടുണ്ടാകുമോ? അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് 2019 ഇറങ്ങിയ 4x4 എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് റോഡിലൊരു വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. ആരാണേലും നോക്കിപ്പോകുന്ന ലക്ഷറി ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു അത്. ആ ടൈമിലാണ് നമ്മുടെ പടത്തിലെ ഹീറോയെ കാണിക്കുന്നത്. ഹീറോ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് ഈ വണ്ടി അവൻ്റെ കണ്ണിൽ പെടുന്നത്. ഇവൻ ഹീറോ ആണെങ്കിലും ഇവനൊരു കള്ളനാണ്. കുറേ കേസിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ശിക്ഷയൊന്നും കിട്ടാതെ എങ്ങനെയൊക്കെയോ നടക്കുകയാണ് നമ്മുടെ ഹീറോ. ഈ വണ്ടി അവൻ്റെ കണ്ണിൽ പെട്ടതും ഇവൻ വെറുതെ പോകത്തില്ല. ആ വണ്ടിയുടെ അകത്തും ഇവൻ മോഷ്ടിക്കാൻ കയറും. അങ്ങനെ അവൻ ഡോറ് തുറന്ന് വണ്ടിയുടെ അകത്തേക്ക് കയറും. വണ്ടിയുടെ അകത്തുള്ള സ്പീക്കറും ഡാഷ്ബോർഡിനകത്തുള്ള കുറേ സാധനങ്ങളും ഇവൻ അവിടെ നിന്ന് എടുക്കും. ഹീറോ ഇതൊക്കെ എടുക്കുക മാത്രമല്ലായിരുന്നു, ആ വണ്ടിയുടെ അകത്ത് ഇവൻ മൂത്രമൊഴിക്കുകയും ചെയ്യും. എന്തിനാണ് ഇവൻ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയത്തുമില്ല. അങ്ങനെ മൂത്രമൊക്കെ ഒഴിച്ച് ഹാപ്പി ആയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴോ വണ്ടിയുടെ ഡോറ് ലോക്കായിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലത്തെ 2 ഡോറും ലോക്കായിട്ടുണ്ടായിരുന്നു. ഇവൻ കുറേ തുറക്കാൻ നോക്കും, പക്ഷെ അത് തുറക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഇവൻ പുറകിലേക്ക് പോയി പുറകിലത്തെ ഡോറ് തുറക്കാൻ നോക്കുമ്പോഴോ അതും ലോക്കായിരുന്നു. ഹീറോ വണ്ടിയുടെ അകത്ത് പെട്ടുപോകും. അങ്ങനെ ഒരു വഴിയുമില്ലാതെ ഇവൻ പുറകിലത്തെ ഡോറ് ചവിട്ടി തുറക്കാൻ നോക്കും, പക്ഷെ അത് നല്ല കട്ടിയുണ്ടായിരുന്നു. പിന്നീട് അവൻ മുമ്പിലേക്ക് വന്ന് അകത്തുള്ള എന്തോ മെറ്റലെടുത്ത് മുമ്പിലത്തെ ഗ്ലാസ് തുറക്കാൻ നോക്കും. അതായത് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാൻ നോക്കും, പക്ഷെ അത് പൊട്ടുന്നില്ലായിരുന്നു. കാരണം ആ ഗ്ലാസ് എല്ലാം ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. അങ്ങനെ ഇതും പാളിയ ഹീറോ പുറകിലേക്ക് പോയി അവിടെയുള്ള ഡോറിന്റെ കുഷ്യൻ മാറ്റിയ ശേഷം അത് തുറക്കാനേ നോക്കും. അങ്ങനെ അതും പാളിപ്പോകും. ഇതുകൊണ്ട് തന്നെ ഹീറോയുടെ കയ്യിൽ വലിയൊരു മുറിവ് പറ്റും. അത്യാവശ്യം ബ്ലഡൊക്കെ പോകുന്നുമുണ്ടായിരുന്നു. ഈ ടൈമിലാണ് ഹീറോ അവൻ്റെ ബാഗിൽ നിന്ന് ഗണ്ണെടുക്കുന്നത്. അവൻ പുറകിലിരുന്ന് മുമ്പിലത്തെ ഗ്ലാസ് വെടിവെക്കാനായി നോക്കും. പക്ഷേ വെടിവെക്കുമ്പോഴോ ബുള്ളറ്റ് കറങ്ങി വന്ന് ഇവൻ്റെ കാലിൽ തന്നെ കൊള്ളും. കാരണം ആ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ആണെന്നുള്ള കാര്യം ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോ അവൻ്റെ ഷർട്ട് ഊരി ആ മുറിവ് കെട്ടുകയും ചെയ്യും. ഈ ടൈമിലാണ് ഹീറോയുടെ കാറിൻ്റെ വിൻഡോയുടെ അടുത്തൂടെ ഒരു പെണ്ണ് നടന്നു പോകുന്നത്. ആ പെണ്ണ് കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് വന്ന് ലിപ്സ്റ്റിക് ഇടുകയും ചെയ്യും. ഇത് കണ്ട ഹീറോ ആണെങ്കിലോ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ, ഞാനകത്ത് പെട്ടുപോയി, എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ കുറേ വിളിച്ചു പറയും. പക്ഷെ ആ പെണ്ണിന് ഒന്നും കാണാനും കേൾക്കാനും കഴിയുന്നില്ലായിരുന്നു. കാരണം ആ ഗ്ലാസ് പോളറോയിഡ് ആയിരുന്നു. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് ആ പെണ്ണ് അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ഹീറോ മൊത്തത്തിൽ പെട്ടുപോകും. ഇനി ഒരു വഴിയുമില്ല. ഫോണെടുത്ത് വൈഫിനെ വിളിക്കാമെന്ന് ഹീറോ ഓർക്കും. ഫോണെടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോഴോ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും. അങ്ങനെ ഹീറോ മൊത്തത്തിൽ കുടുങ്ങിപ്പോകും. ഇനി എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാഗിലുള്ള പെപ്സി എടുത്ത് ഹീറോ കുറച്ച് കുടിക്കും. അങ്ങനെ ഹീറോ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അന്ന് രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടും. പിറ്റേ ദിവസം രാവിലെയുമാകും. ആ ടൈമിലും ഹീറോയ്ക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഹീറോ ഇന്നലെ കുടിച്ച പെപ്സിയുടെ ബാക്കി എടുത്ത് കുടിച്ചു തീർക്കുകയും ചെയ്യും. അങ്ങനെ പിന്നീട് രാവിലെ ആയി കഴിയുമ്പം ഹീറോ ഇന്നലെ മോഷ്ടിച്ച മ്യൂസിക് പ്ലെയർ എടുത്ത് അവൻ വീണ്ടും അവിടെ ഫിറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട് റിലാക്സ് ആയിട്ടിരിക്കാമെന്ന് അവൻ ഓർക്കും. പാട്ടൊക്കെ കേട്ട് തുടങ്ങുമ്പോഴാണ് അതിലേക്കൊരു കോള് വരുന്നത്. ആ കോള് വേറെ ആരുടെയും അല്ലായിരുന്നു, ഈ വണ്ടിയുടെ ഓണറിൻ്റെ ആയിരുന്നു. ഓണറിൻ്റെ പേര് ഫെറാറി എന്നാണ്. ഫെറാറി ഹീറോയോട് പറയും, ഈ വണ്ടി എൻ്റെ കൺട്രോളിലാണ്, എന്നെ കൊണ്ട് മാത്രമേ നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളെന്ന്. അതോടൊപ്പം തന്നെ ഈ വണ്ടി 28 പ്രാവശ്യം മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നിന്നെയും കൂടെ കൂട്ടി 29ാമത്തെ പ്രാവശ്യമാണെന്ന് ഫെറാറി പറയും. ഇത് കേട്ട ഹീറോ ആണെങ്കിലോ, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ ഫാമിലിയെ മുഴുവൻ കൊലപ്പെടുത്തും, എന്നെപ്പറ്റി നിനക്കറിയില്ല എന്നൊക്കെ ഫെറാറിയോട് പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണെങ്കിലോ, എനിക്ക് ചൂടെടുക്കുന്നു, ദാഹിക്കുന്നു എന്നൊക്കെ ഹീറോ ഫെറാറിയോട് പറയും. ആ ടൈമിൽ ഫെറാറി കോള് കട്ടാക്കിയിട്ട് പോകും. കുറച്ച് കഴിയുമ്പോഴാണ് വണ്ടിയിൽ AC ഓൺ ആകുന്നത്. ഈ ടൈമിൽ ഹീറോ നല്ല ഹാപ്പിയാകും. പക്ഷെ അതൊരു ട്രാപ്പായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ മേസിയുടെ തണുപ്പ് കൂടും. ഹീറോ മൊത്തത്തിൽ തണുത്ത് വിറച്ചു പോകും. ആ ടൈമിൽ വീണ്ടും ഫെറാറി വിളിക്കും. ഇപ്രാവശ്യം ഹീറോ താഴ്മയായി ഫെറാറിയോട് ചോദിക്കും, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമോ എന്നൊക്കെ. ആ ടൈമിൽ ഫെറാറി പറയും, ഞാൻ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, നീ അതിന് എനിക്ക് ഉത്തരം തരണമെന്ന്. ഫെറാറി ചോദിക്കും, നിന്റെ മകൻ ഒരു കള്ളനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന്. ഹീറോ പറയും, ഞാൻ അവനെ പോലീസിന് പിടിച്ചു കൊടുക്കുമെന്ന്. ഇത് കേട്ട ഫെറാറി പറയും, അത് റോങ് ആൻസറാണ്, കാരണം ഒരു ഫാദർ അവൻ്റെ മകനോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന്. അങ്ങനെ ഇതും പറഞ്ഞ് ഫെറാറി വീണ്ടും കോള് കട്ട് ചെയ്തു പോകും. ഹീറോയ്ക്ക് വീണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കും. ആ ടൈമിലാണ് പുറത്ത് പോലീസ് വരുന്നത്.
പോലീസാണെങ്കിലോ ഈ വണ്ടി പുറത്തുനിന്ന് മുഴുവൻ ഒന്ന് ചെക്ക് ചെയ്യും. ഈ ടൈമിൽ ഹീറോ അകത്തുനിന്ന് കുറെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പോലീസിന് ഇതൊന്നും കേൾക്കാൻ കഴിയാതെ പോലീസ് ഫൈൻ അടച്ചിട്ട് പോകും. ഫൈൻ അടയ്ക്കാൻ കാരണം ആ ഗ്ലാസ് പോളറോയിഡ് ആയതുകൊണ്ടാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു പോകും. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു. ഹീറോയ്ക്ക് നല്ലപോലെ ദാഹിക്കുന്നുമുണ്ട്. ഈ ടൈമിൽ ഫെറാറിയുമായി ഹീറോ കോളിലുമായിരുന്നു. ഹീറോ അവന് ദാഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഫെറാറിയോട് പറയും. ഇത് കേട്ട ഫെറാറി ബാക്കിൽ വാഷിംഗ് ഹോസിലൂടെ വെള്ളം വരും, അത് നീ കുടിച്ചോളാനും പറയും. ആ വെള്ളമാണെങ്കിൽ വളരെ മോശമായിരുന്നു. പക്ഷെ ഹീറോയ്ക്ക് ഒരു വഴിയുമില്ലാത്തതുകൊണ്ട് അത് കുടിക്കേണ്ടിയും വരും. ഈ ടൈമിൽ ഫെറാറി ഹീറോയുടെ അഡ്രസ്സും അവൻ്റെ ID നമ്പരും ചോദിക്കും. അതെന്തിനാണെന്നുള്ളത് നമുക്ക് പോകും തോറും കാണാം. അങ്ങനെ അന്ന് രാത്രിയാകും. ഈ ടൈമിൽ ഡെലിവറി ബോയ് പുറത്ത് ഫുഡ് കൊണ്ടു കൊടുക്കുന്നത് ഹീറോ വണ്ടിയുടെ അകത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഓൾറെഡി വിശന്നിരിക്കുകയായിരുന്നു. ഇതും കൂടി കാണുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഇന്നലെ രാത്രി AC തണുപ്പ് കൂട്ടിയിട്ട് ഹീറോയെ ടോർച്ചർ ചെയ്തു. ഇന്നാണെങ്കിലോ AC ടെമ്പറേച്ചർ കൂട്ടിയിടും. രാവിലെ എഴുന്നേറ്റ ഹീറോയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ അകത്തുള്ളൊരു ബുക്കിലെ പേപ്പർ കീറി ഹീറോ കഴിക്കും. പക്ഷെ അത് ഇറക്കണമെങ്കിൽ ഹീറോയ്ക്ക് വെള്ളം വേണമായിരുന്നു. ഒരു വഴിയുമില്ലാതെ കുപ്പി പോലെ എന്തോ ഒന്നിൽ ഹീറോ മൂത്രമൊഴിക്കും. അത് ഹീറോ കുടിക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പം ഹീറോയുടെ വണ്ടിയുടെ അടുത്തേക്ക് മറ്റൊരു പയ്യൻ വരും. അവൻ വണ്ടിയുടെ ഡോറ് തുറക്കാൻ നോക്കും. അതായത് അവൻ ആ വണ്ടി മോഷ്ടിക്കാൻ നോക്കും. പക്ഷെ ഇത് കണ്ട ആളുകളാണെങ്കിലോ അവനെ പിടികൂടും. അവനെ തല്ലുകയോ അടിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യും. ഇതൊക്കെ ഹീറോ വണ്ടിയുടെ അകത്ത് നിന്ന് കാണുന്നുമുണ്ടായിരുന്നു. അങ്ങനെ അന്നും രാത്രിയാകും. രാത്രിയാകുന്ന ടൈമിൽ 2 കപ്പിൾസ് അങ്ങോട്ടേക്ക് വരും. രണ്ടുപേരും ഹീറോയുടെ ഡോറിന്റെ ഭാഗത്ത് വന്ന് ഇന്റിമേറ്റ് ആകും. ഇതെല്ലാം അകത്തു നിന്ന് ഹീറോ കാണുന്നുമുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും പിറ്റേ ദിവസം രാവിലെയാകും. ഹീറോ ആ രാത്രിയും എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടും. രാവിലെ ആകുമ്പം ഫെറാറി വീണ്ടും വിളിക്കും. ഹീറോയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് പിടികിട്ടിയ ഫെറാറി ഡാഷ്ബോർഡിന്റെ താഴെ ചോക്ലേറ്റ് ഇരിപ്പുണ്ടെന്ന് പറയും. അങ്ങനെ ഹീറോ ആ ചോക്ലേറ്റ് എടുത്ത് കഴിക്കുമ്പോഴാണ് അവന് കുറച്ച് ആശ്വാസം കിട്ടുന്നത്. കാരണം ഹീറോ ഫുഡ് കഴിച്ചിട്ട് 3 ദിവസത്തോളമായിട്ടുണ്ടായിരുന്നു. കഴിച്ചു കഴിയുമ്പം ഹീറോ ഫെറാറിയോട് സിഗരറ്റ് ആവശ്യപ്പെടും. ഇത് കേട്ട ഫെറാറി അവന് റിപ്ലൈ ഒന്നും കൊടുക്കില്ല. പിന്നീട് ഹീറോ അവന്റെ ഫോണിന്റെ ബാറ്ററി ഊരിയ ശേഷം വെയിലത്തേക്ക് വെക്കും. കാരണം ചാർജ് ആകാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു പോകും. ഏകദേശം വൈകുന്നേരമൊക്കെ ആകുമ്പം ഹീറോ ബാക്കിലത്തെ ഡോറിൽ ഒരു ചെറിയ തുളയുണ്ടാക്കും. ആ തുള വഴി ഹീറോ കുറെ അലറും. പക്ഷെ അത് ചെറിയ തുളയായതുകൊണ്ട് തന്നെ പുറത്തൊന്നും കേൾക്കില്ലായിരുന്നു. പിന്നീട് വീണ്ടും ഫെറാറി കോളിൽ വരും. ഫെറാറി ഹീറോയോട് പറയും, ഞാൻ നിന്റെ വൈഫിനും കുട്ടിക്കും നിനക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് $2 ലക്ഷം അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. ആ പണം വെച്ച് അവരിപ്പോൾ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ആ വീട്ടിലേക്ക് തന്നെയാണ് പോയതെന്ന് അവൻ പറയും. വീട്ടിലേക്കുള്ള അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഹീറോ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. മുമ്പ് ഫെറാറി ചോദിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ ഹീറോ നല്ല വിഷമത്തിലാകും. കാരണം ഹീറോ ചെയ്ത പ്രവൃത്തിയെല്ലാം വീട്ടിൽ അറിഞ്ഞല്ലോ എന്നോർത്ത്. ഇതറിഞ്ഞ ഹീറോ അവൻ പുറത്തു വെച്ച ബാറ്ററി എടുത്ത് വീണ്ടും ഫോണിലിടും. ഇപ്രാവശ്യം ഫോൺ ഓൺ ആകുകയും ചെയ്യും. ഹീറോ അവൻ്റെ വൈഫിനെ വിളിക്കാൻ കുറേ ട്രൈ ചെയ്യും. പക്ഷെ വൈഫ് ഫോൺ എടുക്കുന്നില്ലായിരുന്നു. പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആകുന്നത് കൊണ്ടാണ് വൈഫ് ഫോൺ എടുക്കാത്തത്. അതോടൊപ്പം തന്നെ ഫെറാറി ഒരു കാര്യം കൂടി ഹീറോയോട് പറയുന്നുണ്ടായിരുന്നു. ഹീറോ ഇവിടെ ചെയ്ത കാര്യങ്ങളൊന്നും വൈഫിനോട് പറയില്ലെന്ന്. അങ്ങനെ കുറേ ടൈം കടന്നു പോകും. അന്ന് രാത്രിയുമാകും. ആ ടൈമിൽ ഹീറോ വെറുതെ ഇരിക്കുമ്പം സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. ഹീറോ കുറേ പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് നോക്കും. ആ ടൈമിലോ വണ്ടി എങ്ങനെയൊക്കെയോ സ്റ്റാർട്ടാകും. പക്ഷെ വണ്ടിക്ക് പുറകോട്ട് മാത്രമേ പോകാൻ കഴിയുകയുള്ളായിരുന്നു. എന്താണേലും മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പുറകോട്ട് പോകാമെന്നോർത്ത് ഹീറോ നല്ല വേഗത്തിൽ വണ്ടി പുറകോട്ടെടുക്കും. ആ വണ്ടി ഒരിടത്ത് പോയി ഇടിക്കുകയും ചെയ്യും. ഇടിച്ചതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ പുറകിലത്തെ ഗ്ലാസ് പൊട്ടും. ഹീറോ എങ്ങനെയൊക്കെയോ ഗ്ലാസ് തുറന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അവിടെ നിന്നിറങ്ങിയ ഹീറോ അവിടെ നിന്ന് ആദ്യം പോയത് ഒരു ഹോട്ടലിലേക്കായിരുന്നു. ഹോട്ടലിൻ്റെ അകത്ത് കയറിയ ഹീറോ അവിടെയുള്ള ഫുഡെല്ലാം എടുക്കും. അങ്ങനെ ഹീറോ ആക്രാന്തത്തോടെ ആ ഫുഡ് മുഴുവൻ കഴിച്ചു തീർക്കും. ആ ടൈമിൽ അങ്ങോട്ടേക്ക് വന്ന ഓണർ ബില്ല് പേ ചെയ്യാൻ ഹീറോയോട് പറയും. ഈ ടൈമിൽ ദേഷ്യം വന്ന ഹീറോ ഗണ്ണെടുത്ത് ഓണറിനെ ഷൂട്ട് ചെയ്യും. പെട്ടെന്നാണ് ഹീറോ ഞെട്ടി എഴുന്നേക്കുന്നത്. കാരണം ഇതെല്ലാം ഹീറോയുടെ സ്വപ്നമായിരുന്നു. അങ്ങനെ ഹീറോ അവൻ്റെ ലൈഫ് മുഴുവൻ മടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലൈഫ് എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയെന്നോർത്ത് ഹീറോ അവൻ്റെ ഗണ്ണെടുത്ത് വായിലേക്ക് വെക്കും. അവൻ ഷൂട്ട് ചെയ്യാനായും തുടങ്ങും. ആ ടൈമിലാണ് അവൻ്റെ മുമ്പിൽ ഫെറാറി വരുന്നത്. അതോടൊപ്പം തന്നെ ഹീറോയുടെ ഗണ്ണിൽ ബുള്ളറ്റുമില്ലായിരുന്നു. അടുത്തേക്ക് വന്ന ഫെറാറി ഡോറ് തുറന്ന് വണ്ടിയുടെ അകത്തേക്ക് കയറും. ഫെറാറിയുടെ ഗൺ വണ്ടിയിലേക്ക് വെക്കുകയും ചെയ്യും. മുമ്പ് ഹീറോ ചോദിച്ച സിഗരറ്റ് ഫെറാറി ഇപ്പോൾ അവനെടുത്ത് കൊടുക്കും. പക്ഷേ ഹീറോയ്ക്കാണെങ്കിലോ വലിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ആ ടൈമിലാണ് ഫെറാറിക്കൊരു കോള് വരുന്നത്.
ഫെറാറി കോൾ എടുക്കുമ്പോഴോ ഹീറോ പെട്ടെന്ന് ഫെറാറിയുടെ ഗണ്ണെടുത്ത് അവനെ ഷൂട്ട് ചെയ്യും. പിന്നീട് ഹീറോ എങ്ങനെയൊക്കെയോ വണ്ടിയുടെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങും. പുറത്തേക്കിറങ്ങിയ ഹീറോ അവിടെയുള്ള വീട്ടിലെല്ലാം കോളിംഗ് ബെല്ലടിക്കും. ആളുകളെല്ലാം പുറത്തേക്ക് ഇറക്കും. ആ ടൈമിൽ അവിടെയുള്ളൊരു പോലീസ് ഇത് കാണുന്നുമുണ്ടായിരുന്നു. പക്ഷെ അകത്തുള്ള ഫെറാറി മരണപ്പെട്ടിട്ടില്ലായിരുന്നു. ഫെറാറി പുറത്തേക്കിറങ്ങി ഹീറോയെ പിടികൂടും. ഹീറോയ്ക്കാണെങ്കിൽ ഒട്ടും ഓടാൻ പോലും കഴിയാതെ അവശനായിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ അവിടെ ആളുകളും പോലീസും മുഴുവൻ കൂടിയിട്ടുണ്ടായിരുന്നു. ഫെറാറിയുടെ പ്ലാൻ മുഴുവൻ പൊളിയും. കാര്യങ്ങളെല്ലാം അവിടെയുള്ള പോലീസും ആളുകളും അറിയും. കുറേ ആളുകൾ ഫെറാറിയുടെ ഭാഗത്തായിരുന്നു. പക്ഷേ കുറേ ആളുകൾ ഫെറാറിക്കെതിരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെറാറി ആളുകളുടെ മുമ്പിൽ കള്ളനായി പോകും. ഈ വിഷമം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഫെറാറി പുറകോട്ട് പോകും. അവൻ വണ്ടിയുടെ അകത്തേക്ക് കയറി അവൻ്റെ ഫോണിൽ ഒരു ടൈമർ വെക്കും. ആ ടൈമർ ആണെങ്കിലോ ബോംബായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വണ്ടി മുഴുവൻ പൊട്ടിത്തെറിക്കും. അവിടെ വെച്ച് തന്നെ ഫെറാറിയും മരണപ്പെടും. ഫെറാറി ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ 28 പേർ അവൻ്റെ വണ്ടി മോഷ്ടിക്കാൻ നോക്കി. 29ാമത്തെ ആൾ വന്നപ്പോൾ പുള്ളിക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കാമെന്നാണ് ഫെറാറി ഓർത്തത്. പക്ഷെ നാട്ടുകാരുടെ മുമ്പിലും പോലീസിന്റെ മുമ്പിലും ഫെറാറി എന്തോ ക്രൈം ചെയ്ത പോലെ ആയിപ്പോയി. എല്ലാവരുടെയും മുമ്പിൽ തെറ്റുകാരനായത് ഫെറാറിയാണ്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. പിന്നീട് ഹീറോയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. പക്ഷെ ഹീറോയ്ക്ക് കേസൊന്നും ഉണ്ടാകില്ല. അവനെ വെറുതെ വിടും. അങ്ങനെ ഈ ഒരു ഭാഗത്തോടു കൂടി ഈ മൂവിയും അവിടെ തീരും.